പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷിയുണ്ടായി. ദീപ എന്നും പറഞ്ഞൊരു നേഴ്സ്, സീനിയർ നേഴ്സാണ്. അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം. അവർ 2019 ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോമോള്. അപ്പോൾ അവർ കണ്ടിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷിതയുടെ ഫ്രണ്ടായത് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അവർക്ക് കിട്ടിയതാണത്. അങ്ങനെ പലർക്കും ഒത്തിരി പേർ സാഹചര്യം കിട്ടുന്നുണ്ട്. കുറച്ച് ഏറ്റവും നല്ല സാഹചര്യം കർത്താവ് തരുന്ന സാഹചര്യമാണ്. കാര്യം ചിലരൊക്കെ അച്ഛൻ വിളിക്കും കാണുമ്പോൾ തന്നെ, അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ കർത്താവ് എന്നെക്കൊണ്ട് അവരെ വിളിപ്പിക്കാൻ പറയും. കാര്യം എനിക്കറിയാം കർത്താവ് അവരെ സഹായിക്കാൻ പോകുന്നുണ്ടെന്ന്. ഞാനതിൻ്റെ താരാ ഒരു കർത്താവിൻ്റെ ഉപകരണം, കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സാക്ഷി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ദീപം അടുത്ത് വരുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല, PCOD ആണെന്ന് പറഞ്ഞു. അപ്പം അണ്ഡാശയത്തിൽ മുഴുവനും കുരുക്കളാണ്, കംപ്ലീറ്റ് കുരുക്കളാണ്. അപ്പം അണ്ഡാശയത്തിലാണ് കുരുക്കൾ, ഗർഭാശയത്തിലാണ് പിന്നെയും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. അത് ഈ കുരുക്കൾ വന്നിട്ട് ഇത് മാറണില്ല, കംപ്ലീറ്റായി. അതുകൊണ്ടാണ് 8 കൊല്ലമായിട്ട് മക്കളില്ലാത്തത്. അപ്പം ഞാനുടനെ ഇവളുടെ അടിവയറ്റിൽ തൊട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കുട്ടിയും ചൊല്ലി, അവർക്കും വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു മാസം തന്നെ അവർ പ്രഗ്നൻ്റായി. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ഡാശയത്തിലെ PCOD മുഴുവനും പോയെന്നാണ്. കണ്ട് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത്, സ്കാൻ ചെയ്തപ്പോൾ ഒറ്റ കുരുക്കൾ പോലും ഇല്ലെന്നാണ്. കർത്താവിൻ്റെ കുരുക്കുകളിങ്ങനെ വടിച്ച് കളയണം പോലെ കടിച്ച് കളയും. ദൈവകരങ്ങളുടെ ഒരു ശക്തിയാണിത്. ഇത് വിശ്വാസത്തിൻ്റെ മുന്തിയ ഒരു വലിയ ലോകമാണിത്. നിങ്ങൾ ഓരോ ആരാധന കൂടുമ്പോഴും ഇതുപോലെയുള്ള വിശ്വാസം കൈവരിക്കാൻ വേണ്ടി നോക്കണം. എന്നെ ഇഷ്ടപ്പെടുത്തിയ വിഷയം എന്ന് പറയുന്നത്, ഈ ദിവ്യ എന്ന് പറയുന്ന നേഴ്സിന് ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഓൺലൈനായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞൊരു കാര്യം, ഇത് കണ്ടില്ലേ ജോസഫ്, ഇതാണ് ഉടമ്പടിയുടെ ഒരു നേച്ചർ. എന്താണ്? സമയച്ചുരുക്കം. എനിക്ക് അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാൻ കിട്ടിയത്. കാര്യം എന്താണ്? നല്ല മിടുക്കന്മാരായ 2 കുഞ്ഞുങ്ങളാണ് ദിവ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതാണ് ഉടമ്പടിയുടെ സമയച്ചുരുക്കമെന്ന്. ദാറ്റ് മീൻസ് എന്താണ്? ഒരു 2 കുഞ്ഞുങ്ങളെ 8 കൊല്ലം കഴിയുമ്പോൾ 2 കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞിന് 4 വർഷം. അപ്പം 8 വർഷമെന്ന് പറഞ്ഞ സംഭവത്തെ 4 വർഷമായിട്ട് ചുരുക്കും. ഇരട്ട പ്രസവിച്ച കൊണ്ടാണ് അതിൻ്റെ ഇഫക്റ്റ്. അതാണ് ഇഫക്റ്റ്, സമയച്ചുരുക്കത്തിൻ്റെ ഇഫക്റ്റാണ്. അതായത് സമയച്ചുരുക്കത്തിൻ്റെ ഇഫക്റ്റിൽ 8 വർഷം 4 വർഷമായിട്ട് ചുരുങ്ങും. ഇത് ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ പറയുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പം സമയമായില്ല എന്ന് പറയുമ്പോഴേ, കനായിലെ കല്യാണത്തിൽ നമുക്കറിയാമല്ലോ, സമയം ആയില്ല എന്ന് അമ്മ പറയുമ്പോൾ, ഈശോ പറയുമ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ. എന്താണ് ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത്
ജീവിച്ചോളാമെന്നാണ് ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പം ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് പറയണതാണ് ഉടമ്പടി എന്ന് പറയണത്, മരിയൻ ഉടമ്പടി. ഈ മരിയൻ അപ്പോഴാണ് സമയമായില്ല എന്ന് പറയുന്ന സമയത്തെ ഈശോ ചുരുക്കി അപ്പം തന്നെ ആക്കണത്. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് അപ്പം തന്നെ ആകണം. അപ്പം സമയത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, അങ്ങനെ വ്യാഖ്യാനിക്കാമോ എന്നൊക്കെ എന്നോട് അന്ന് ചില അച്ഛന്മാർ ചോദിച്ചു. കാര്യം പരിശുദ്ധാത്മാവ് കാര്യം അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമയമായില്ല എന്ന് പറയണ ഈശോയും അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയുടെ ഒരു നിർദ്ധാരണ മാർഗവും വെളിപാടും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്, നമുക്കറിയാം. ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈശോയും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്തിനാണ്? ഈശോയും പരിശുദ്ധാത്മാവും പരമപിതാവും തമ്മിലുള്ള ആത്മീയമായ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. അതിനുള്ളിൽ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗമാണ് എന്താണ്? അകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവവചനം പാലിച്ച് ജീവിച്ചാൽ മതിയെന്നും. വെരി സിമ്പിൾ. ആകാത്ത സമയം ആക്കിയെടുക്കാൻ സമയത്തിലാണല്ലോ വിഷയം മുഴുവൻ ഇരിക്കണത്. അപ്പോൾ ആകാത്ത സമയം എടുക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചാൽ മതിയെന്നാണ്. ഉടമ്പടി അങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്. കാര്യം ഉടമ്പടി ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ കാരുണ്യ പ്രവൃത്തിയായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അനുതാപമായാലും അതുപോലെ തന്നെ പുണ്യജീവിതമായാലും വചനവായനയായാലും വചനപ്രഘോഷണമായാലും സുവിശേഷ പ്രഘോഷണമായാലും എല്ലാം അവൻ പറഞ്ഞതുപോലെയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾക്ക് അഭയം നൽകി. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. നിങ്ങൾ ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ട് ചെയ്യും, ചില ആൾക്കാർ സ്പീഡായിട്ട് ചെയ്യും. സമയം നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന രീതികൾക്കും ഉടമ്പടി എടുക്കുന്ന മാത്രമല്ല ഉടമ്പടി നടപ്പിൽ വരുത്തുന്ന രീതികളുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ആരാണ്? ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് നല്ല ഉണർവുള്ളവരാണ്. ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തണത് അതും ഒരു സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഒരു ഉറക്കമില്ല, ഉണർച്ചയോടെ ഇരുന്നു കൊണ്ട് തന്നെ ജാഗ്രതയാണ് ഭയങ്കര അവർക്ക്. കാര്യം ചില ആൾക്കാർ ഒരു വിഷയം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോഴേ ഞാൻ കഴിഞ്ഞ മാസം ഇത് ഓഫീസ് ഒന്നിടക്ക് തുറന്നായിരുന്നല്ലോ കൃപാസനം 5 ദിവസത്തേക്ക്. അപ്പോൾ കുറേ കൗൺസിലിംഗ് നടന്നത്. അപ്പോൾ ഒരാൾ കൗൺസിലിംഗ് ചെയ്തപ്പോൾ നേരത്തെ ഉടമ്പടി എടുത്ത ആളാണ്. കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യമൊക്കെ ഇപ്പോൾ ഓക്കെ ആണല്ല, എല്ലാം ഗ്രീൻ ചാനലിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരു ഫംഗ്ഷൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ, അച്ഛാ ആ ഒരാൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾ ഇപ്പം ലൈനിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച് നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളുടെ ഒരു ചിരിച്ചുമില്ല, അതേസമയം തന്നെ സോറി പറഞ്ഞുമില്ല, ഒരു പ്രത്യേക മുഖം കാണിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഉടമ്പടി. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നടന്ന് കഴിയുമ്പോൾ ഉടമ്പടിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്ന് കഴിയുമ്പോൾ ബുദ്ധി ഉടനെ പ്രവർത്തിക്കും. എന്താ പറഞ്ഞു, ഇത് ഉടമ്പടി ഇല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അതോടുകൂടി അവൻ്റെ കാര്യം പോകും. അവനെ കാര്യം പിടിച്ചത് ദൈവം നിലത്തിട്ടടിക്കും. എന്താ വെച്ചാൽ അവൻ കള്ളനാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ കാര്യത്തിനാൽ അവൻ വിചാരിച്ചിരുന്നത് ഇത് അതായത് അത് എപ്പോഴും നമ്മൾ ദൈവദിവസേനത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലേ പണി കിട്ടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉടമ്പടി ഇല്ലാതെ ഇപ്പോൾ ചില ആൾക്കാരുടെ കാര്യം ഞാൻ ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ കാര്യം അറിയാവുക, കള്ളത്തരം നിങ്ങൾ കാണിക്കരുത്.
അതിപ്പോൾ ഉടമ്പടി ഇപ്പോൾ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉടനെ പറയും, ഇത് ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് കാലപ്പിടി അടിക്കാൻ പറഞ്ഞത്. എന്താ കാര്യം? അവൻ കർത്താവിൻ്റെ ദൃശ്യതയെ ദൈവത്തെ വഞ്ചിച്ചു. കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയായിട്ട് തുടരുത്. കാര്യം ഇത് ഉടമ്പടിയാണ്. ഇത് ദൈവം ഉടമ്പടി എന്നുള്ള പദ്ധതി. ദൈവത്തിന് പല ഉടമ്പടികളുണ്ട്. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തു, മോസസുമായിട്ട് നമ്മൾ ദൈവം ഉടമ്പടി ചെയ്തു. അതുപോലെ തന്നെ മോസസിലൂടെ ജനങ്ങളോട് ദൈവം ഉടമ്പടി ചെയ്തു. യേശുവിൻ്റെ കാലത്ത് ദിവ്യകുർബാന എന്ന നിത്യജീവൻ്റെ ഉടമ്പടി ചെയ്തു. ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടി എന്നുള്ളൊരു പ്രോജക്റ്റാണ്, പൊതുവായിട്ടുള്ള പ്രോജക്റ്റാണ്. ഈശോ ആ ഉടമ്പടി എടുത്തിട്ട് എന്ത് ചെയ്തു? നിത്യജീവൻ്റെ കൂദാശയാക്കി മാറ്റി. അപ്പം അതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി എന്ന് പറയുന്നത്. മറ്റെല്ലാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയും വാഗ്ദാന നാട് പ്രാപിക്കാനുള്ള ഉടമ്പടിയും ഭൗതികമാണ്. ഈശോയുടേതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി. ഈശോ അതെടുത്തിട്ട് സ്വന്തം ശരീരത്തെ ബലിവസ്തുവാക്കിക്കൊണ്ട് അത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അതാണ് നമ്മൾ കുർബാനയിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന തിരുരക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. അപ്പോൾ അത് പുതിയ ഉടമ്പടിയാണ്. അത് പഴയ ഉടമ്പടി സാധാരണ ഭൗതികമായ കാര്യങ്ങൾക്കും തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട് പ്രാപിക്കാനൊക്കെ ഉള്ളതാണ്, ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന്. പുതിയ ഉടമ്പടി ജനങ്ങൾ സ്വർഗീയ ജെറുസലേം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ പുതിയ ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി എന്നുള്ള വിഷയം ഒരിക്കലും ദൈവം റദ്ദ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഗലാത്യർ വായിക്കുമ്പോൾ മനസ്സിലാകും. ഗലാത്യർ 3:17 എന്താ പറയണത്? നിയമം വന്ന്, ഗലാത്യർ 3:17 നിയമം വന്ന് 450 വർഷം കഴിഞ്ഞിട്ടാണ്, ഉടമ്പടി വന്നു 450 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം നിയമം തന്നത്. പക്ഷേ ദൈവം ഉടമ്പടിയെ റദ്ദ് ചെയ്തില്ലെന്ന്. അതാണ് ഗലാത്യർ 3:17 പറയുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന ആശയം, ഉടമ്പടി എന്ന പദ്ധതി, ഉടമ്പടി എന്ന പ്ലാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മൈനസ്യമാരി പഠിക്കുമ്പോൾ അവിടുന്ന് മേജർ സെമിനാരിലോട്ട് പോകുന്നെങ്കിൽ അവിടുത്തെ ഫിലോസഫി കോളേജിൻ്റെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് അവിടുന്ന് അയച്ചു തന്ന പുസ്തകം, എൻട്രൻസ് ജസ്റ്റ് പുസ്തകം നോക്കിയിട്ട് പ്രൊഫസർ 1-2 ക്ലാസ് എടുക്കും. അപ്പോൾ ആലുവ സെമിനാരി ഞങ്ങൾക്ക് അയച്ചു തന്ന പുസ്തകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പ്ലാൻ ഓഫ് സാൽവേഷൻ എന്നാണ്. പ്ലാൻ ഓഫ് സാൽവേഷൻ, സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം ഒരു പ്ലാനാണ്, ഒരു പ്ലാനും പദ്ധതിയുമാണ്. അപ്പോൾ എപ്പോഴും ഉടമ്പടി ഒരു പ്ലാനാണ്. ശരിക്കും ഉടമ്പടി എന്ന പൊതു കാര്യം, അതിൻ്റെ പൊതുവായിട്ടുള്ള ഘടനകൾ പരിശോധിക്കുമ്പോൾ പ്ലാനാണ്. ഇപ്പം മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു പ്ലാനാണ്. എന്താ അതിൻ്റെ പരിപാടി? അവൻ പറയണത് പോലെ, അമ്മ യോഹന്നാൻ 2:5 പറഞ്ഞിരിക്കുന്ന പോലെ അവൻ പറയണ പോലെ ചെയ്യുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറാൻ ഇടയാക്കണമെന്ന് ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങൾ 6 മാസമേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ അമ്മ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. ഉടമ്പടിയിൽ എന്താണ്? ഈ വചനങ്ങൾ എത്രയോ വർഷമായിട്ട് ജനങ്ങൾ വായിക്കുന്നതും അച്ഛന്മാർ പ്രസംഗിക്കുന്നതുമാണ്. പക്ഷേ എന്നോട് പറഞ്ഞ ഇതാണ്, അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനായിലെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോർമുല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനം, സമ്പൂർണ്ണ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ വചനങ്ങൾ, അതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലെ ഓരോ വചനവും എടുത്ത് നിറവേറ്റുന്ന അനുസരിച്ച് കൊണ്ട് ദൈവം നിന്നിലേക്ക്, നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന സ്പീഡ് കൂടുമെന്ന്.
അതാണ് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ, അത് നീ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ നീ അതെടുത്ത് നടപ്പിൽ വരുത്തി കഴിയുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലെ, നിൻ്റെ കുടുംബത്തിലെ ഇടപെടുന്ന സമയം ചുരുക്കം, സ്പീഡാകും, അതിവേഗമാകുമെന്നാണ്. അതിവേഗം. ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ പ്രാർത്ഥിക്കുന്നു. സമയത്തിന്റെ മേൽ സന്ദർഭത്തിന്റെ അധികാരമുള്ള പരിശുദ്ധി അമ്മേ, ഉടമ്പടി ചെയ്ത ഓരോ ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ശരിക്കും എന്താണ്, പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം അതിവേഗമാക്കുമെന്ന്. അതാണ് ഈ 81-ാം സങ്കീർത്തനമില്ലേ, 81-ാം സങ്കീർത്തനം 14-ാം വാക്യം. ഈ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണ് പറയണത്. എന്താ പറയണത്? സങ്കീർത്തനം 81:14, 13 തൊട്ടുണ്ട്. 81:13-14 എന്താ പറയണത്? എൻ്റെ ജനം, ഏറ്റു പറഞ്ഞ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതാണ് സംഭവം. അല്ലാതെ ഒറ്റപ്പെട്ട കാനായിലെ വിഷയമല്ല ഇത്. പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു നിലപാടാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്താണ്? 83 സങ്കീർത്തനം 81:13 എന്താ പറയണത്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എന്ന് പറഞ്ഞ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. അത്രേ ഉള്ള സംഭവം. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിവേഗം. അതാണ് സമയച്ചുരുക്കം. ഉടമ്പടിയുടെ സമയച്ചുരുക്കം അതാണ്. എന്താണ്? 81:14 ഏറ്റു പറഞ്ഞ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പൊ ദൈവമാണത് ചെയ്യണത്. നമ്മുടെ ജീവിതം ഇപ്പൊ ദിവ്യയ്ക്ക് അതിവേഗം എന്ന രീതിയിൽ സമയച്ചുരുക്കം ഉണ്ടാക്കിയിട്ട് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ആരാണത് ചെയ്യണത്? ദൈവമാണത് ചെയ്യണത്. അപ്പം നമ്മൾ ദൈവവചനത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം സമയച്ചുരുക്കം കാണിക്കും. ഇത് സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലേ.
സുനിശ്ചിതമാക്കാനും അതിവേഗമാക്കാനുമുള്ള ഒരു സംവിധാനമാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒരു സിമ്പിളാണ്. അപ്പോൾ ചില ആൾക്കാർ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും, പിന്നെ ആദ്യ ഘട്ടമൊക്കെ കേൾക്കും, രണ്ടാം ഘട്ടത്തിൽ പബ്ബടിക്കും. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വരുന്നൊരു കുഴപ്പം ഇതാണെന്ന് വെച്ചാൽ ആദ്യ ഘട്ടം ഭയങ്കര ഉശിരോടുകൂടി കേൾക്കും, രണ്ടാം ഘട്ടം വരുമ്പോൾ അവർ തളരും. അവർ തളരുമെന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഉറക്കം? കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് എപ്പോഴാണ്? ശിഷ്യന്മാർ എപ്പോഴും കർത്താവിൻ്റെ വാക്ക് അവർ കേട്ടിരുന്നല്ലേ. കർത്താവിൻ്റെ വാക്ക് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാതിരുന്നത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാരെ വെച്ചാൽ യൂദാസൊന്നുമല്ല. യൂദാസ് പണ്ടേ കേട്ടിട്ടില്ല, അതേപോലെ അവൻ ശിഷ്യനായിട്ട് നമുക്ക് കൂട്ടിയിട്ടില്ല, കർത്താവും കൂട്ടിയിട്ടില്ല. ബാക്കി 11 പേരുണ്ടല്ലോ. ഈ 11 പേര് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. എവിടെ വെച്ചാണത്? ഗെത്സേമനിൽ വെച്ച്. ഗെത്സേമനിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത്? 1 മണിക്കൂറെങ്കിലും നിങ്ങളെ എന്നോട് കൂടെ ഉണർന്നിരിക്കണം. അപ്പോഴേ പക്ഷേ കർത്താവ് വീണ്ടും വരുമ്പോൾ പത്രോസൊക്കെ ഭയങ്കര ഗുർക്കം ഭരിച്ചുറങ്ങുകയാണ്. കർത്താവ് കേട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ല, വചനം കേട്ടില്ല. അവർ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിലെന്ന് പറഞ്ഞില്ലേ. 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ശിവസി ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ മക്കളെ, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വാക്ക് നമ്മളോട് പറയാൻ കാരണം എന്താ? എൻ്റെ ജനമായത് കൊണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ ജനം. ആ വാക്ക് എന്ത് ഇൻറ്റിമസിയാണെന്നറിയാവോ? ഈ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയണത്? വൈ ഐ ആം ഗിവിങ് യു മൈ വേർഡ് ബിക്കോസ് യു ആർ മൈ പീപ്പിൾ. മൈ പീപ്പിൾ, എൻ്റെ ജനമെന്നാണ് പറയണത്. ഉടമ്പടി സ്വന്തമാക്കും നമ്മളെ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പറയണത് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം. കാര്യം എന്താണ്? അതിവേഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വെമ്പല കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലുള്ളത്. അല്ലാതെ നമുക്ക് നിയമം തന്നിട്ട് നമുക്ക് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയില്ല. പോലീസൊന്നുമല്ല ദൈവം. അതായത് നമ്മളുടെ ജീവിതത്തിൽ യു മസ്റ്റ് റീഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെടാൻ വേണ്ടി കൊതിച്ച് വെമ്പി നിൽക്കുന്ന ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജനമെന്ന് പറയുന്നത്. എൻ്റെ ജന, എൻ്റെ കർത്താവ് നമ്മൾ പറയുന്ന പോലെ തിരിച്ചു പറയണത് എൻ്റെ ജന എന്ന് പറഞ്ഞത്. എൻ്റെ ജോസഫ്, എൻ്റെ മനോജ്, എൻ്റെ സന്തോഷ്, എൻ്റെ എഡ്വേഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ചേർത്താ പറയണത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ദൈവസ്നേഹം വേണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്നല്ല പറയണത്. 5:42 യോഹന്നാന്റെ സുവിശേഷത്തിലെ. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്നാണ്. ദൈവസ്നേഹം, അതാണ് യോഹന്നാന്റെ സുവിശേഷം 5:42. ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല, നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ട, എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന്. ദൈവസ്നേഹം ഇല്ലാത്തടത്തുനിന്ന് ദൈവസ്തുതികൾ ആവശ്യപ്പെടത്തില്ല, ദൈവസ്തുതികൾ അംഗീകരിക്കത്തില്ല. കാര്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്താൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദൈവസ്നേഹമെന്ന പുണ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയോട് വിശ്വസ്തനായിരിക്കണം.
തേ വന്ദനം യേശുനാഥ ആത്മനാഥ വന്ദനം തേ വന്ദനം ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. അപ്പോൾ ദൈവസ്നേഹം നഷ്ടപ്പെടും. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ ഞാൻ നിങ്ങളിൽ നിന്ന് മഹത്വം അന്വേഷിക്കണില്ല, സ്തുതിപ്പ് അന്വേഷിക്കണില്ല, പ്രാർത്ഥന അന്വേഷിക്കണില്ല. എന്താ കാരണം? നിങ്ങൾ ദൈവസ്നേഹമില്ല. അതാണ് യോഹന്നാൻ 5:42. അപ്പോൾ നമ്മളിൽ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളിലും ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ്. ഇന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഉടമ്പടി എടുത്തവരും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുന്നവരും എല്ലാവരിലും ദൈവസ്നേഹം നിറക്കണമേ. അങ്ങയുടെ വചനം അതുപോലെ നിവർത്തിയാക്കാൻ ഞങ്ങളിൽ ദൈവസ്നേഹം നിറക്കണമേ. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങളിലെ ദൈവസ്നേഹം നിറക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയുന്നതിനായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രിയ ബന്ധുവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ ഇടയാക്കണമേ. ശ്രുതികട ദൈവസ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ായിരിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവനാഥ ലോകനാഥ ആരാധനയും സ്തുതിയും ജീവനാഥ ലോകനാഥ ആരാധനയും സ്തുതിയും ജീവനാഥ ലോകനാഥ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവനാഥ ലോകനാഥ മക്കളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴാണ് ദൈവസ്നേഹം നിറയണത്? എപ്പോഴാണ് ദൈവസ്നേഹം കുറയണത്? എപ്പോഴാണ് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നമ്മൾ തളരുന്നത്? അത് എവിടെയെങ്കിലും അകപ്പെടുമ്പോഴാണ്. എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ട് കാണും. നീ നിൻ്റെ കുടുംബ പ്രാർത്ഥന നടക്കണില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രാർത്ഥന നടക്കണില്ല. നിൻ്റെ സ്നേഹപ്രവർത്തികളാ, കാരുണ്യപ്രവർത്തികളാ, പ്രേക്ഷിത പ്രവർത്തികളാ ഒന്നും നടക്കണില്ല. എൻ്റെ അർത്ഥം നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. അതാ കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, വൈ ആർ യു സ്ലീപ്പിംഗ്? വൈ ആർ യു സ്ലീപ്പിംഗ്? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വൈ ആർ യു സ്ലീപ്പിംഗ്? നീ എന്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നു? ഒരു ഉറങ്ങുന്ന വിശ്വാസി പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല,
പലതരത്തിലും ആധ്യാത്മികമായി ഉറങ്ങുന്ന വിശ്വാസി. എന്താണ് അവന് പറ്റിയിരിക്കുന്നത്? എന്താണ് അവൾക്ക് പറ്റിയിരിക്കുന്നത്? അവൾ അല്ലെങ്കിൽ അവൻ എവിടെയോ അകപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞല്ലോ. നീ എവിടെയോ, ദൈവപൈതലെ നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. പത്രോസോട് പറഞ്ഞു, പത്രോസേ അകപ്പെട്ടു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ആ വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ 14, 15, 38 നമ്മൾ വായിക്കുന്നതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ. എവിടെയോ അകപ്പെട്ട മനുഷ്യന് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പത്രോസ് ഉറങ്ങിയതിൻ്റെ കാരണങ്ങൾ കർത്താവ് മനസ്സിലാക്കി. ഒരു പ്രലോഭനമാണ്, ഏതോ ഒരു പ്രലോഭനം. കർത്താവ് ചോര വിയർക്കുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, തങ്ങൾക്ക് ആരുണ്ട്, ഇനി തിരിച്ച് വെളിലോട്ട് പോകേണ്ടി വരുമോ? ഇങ്ങനെ ദൈവത്തെക്കാളുപരി സ്വന്തം വിശ്വാസങ്ങളെ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടു പോയി. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടാൽ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ ജോലിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാം. പക്ഷെ അകപ്പെടുന്ന രീതി ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നിൻ്റെ കർത്താവ് ചോര വിയർക്കുമ്പോഴും ഉണർന്ന് തന്നെ നിന്റെ കൂടെ ഉണ്ട്. ദൈവപൈതലേ, ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചോര വിയർക്കുമ്പോഴും ഉണർന്ന് തന്നെ കൂടെയുണ്ട്. ആരാധന, ആരാധന.